തിരുവനന്തപുരത്ത് ജനിക്കുകയും സിനിമയിൽ അവസരം തേടി പതിയെ ചെന്നൈയിലെത്തുകയും എന്നാൽ പലവിധ സിനിമകളിലെ മുഖം കാണിച്ചിട്ട് ഉദ്ദേശിച്ച പോലെയൊന്നും വിജയം ലഭിക്കാതെ എങ്ങനെയെങ്കിലും മകളെ ഒരു സിനിമാ നടിയാക്കണമെന്ന അതിയായ മോഹമുണ്ടായിരുന്ന ഇന്ദിരാകുമാരി ഒരു സിനിമാ പ്രവർത്തകനിൽ തനിക്ക് ജനിച്ച അവിഹിത സന്തതിയാണ് എന്ന ചീത്തപ്പേരൊക്കെ അവിടെ ഇവിടെയും കേട്ടിട്ടും ആ മകളെയും കൊണ്ട് അവർ ബോംബെ വരെ പോയി. അങ്ങനെ ബോളിവുഡിലേക്ക് ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു. ഒരു വിജയവും ഉണ്ടായില്ല. പതിയെ അവർ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് പ്രിയദർശൻ്റെ കുയിലിനെ തേടി എന്ന സിനിമയിലെ മുഖം കാണിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ PG വിശ്വംഭരൻ ചെയ്ത ബാലൻ കെ നായർ അഭിനയിച്ച ഒരു സിനിമയിൽ ഇവർക്കൊരവസരം കിട്ടുകയും വളരെ ചെറിയ പെൺകുട്ടി, ഏതാണ്ട് 17-18 വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ആ സിനിമയിലെ ബാലൻ കെ നായരുടെ ഒരു റേപ്പ് സീനിൻ്റെ ഇരയായിട്ട് അഭിനയിച്ചു. ഇതോടുകൂടി മകൾ ഏത് തരത്തിലുള്ള വേഷവും കൈകാര്യം ചെയ്യുമെന്ന ഒരു സന്ദേശം ഇന്ദിരാകുമാരി സിനിമാ മേഖലയിലുള്ള സംവിധായകർക്ക്, നിർമ്മാതാക്കൾക്കൊക്കെ കൊടുത്തു. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സിനിമകൾ, ഇത്തരം വേഷങ്ങൾ അഭിനയിക്കാൻ നടിമാർ വളരെ കുറവായിരുന്നു. എന്തു തന്നെയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. സിനിമയിലെ ഈ അവസരങ്ങളുടെ ഒപ്പം ഇവരെ സ്വന്തമായിട്ടൊരു വേശ്യാലയം നടത്തിയിരുന്നെന്നും അതേപോലെ തന്നെ അമ്മയും മകളും പല ഉന്നതന്മാരുടെയും ഒപ്പം കിടപ്പറ പങ്കിട്ടിരുന്നു എന്നും ഒക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഈ ഒരു വാർത്ത മൊത്തം ഗോസിപ്പാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ച് വന്നേക്കുന്ന റിപ്പോർട്ടെല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഇവരെങ്ങനെയും ആഡംബര ജീവിതമാണ് ഇവരെ നയിക്കുന്നതെന്ന പുറമേയുള്ളവരെ കാണിക്കണം എന്ന നിർബന്ധവും ഈ അമ്മ ഇന്ദിരാകുമാരിക്കുണ്ടായിരുന്നു. അവർ ഏറ്റവും പോഷായിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നു. അന്നത്തെ കാലത്തെ മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും വില കൂടിയ വണ്ടിയൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ദുർബുദ്ധി തോന്നി. അവർ വീട്ടിലേക്ക് ഒരു 3 പരിചാരകരെ, കുക്ക്, ഡ്രൈവർ, ഇങ്ങനെ പലരെ വേണമെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തു. അപ്പോൾ ഈ വന്ന് കയറിയ ആളുകൾ ക്രിമിനലുകളാണ് എന്നറിയാതെ തന്നെ ഇവർ വേലയ്ക്ക് വെച്ചു എന്നാണ് പറയുന്നത്. അമ്മയും മകളും മാത്രം താമസിച്ചിരുന്ന ഈ വീട്ടിൽ, കാരണം രണ്ടുപേരും ചെറുപ്പക്കാരാണ്. അപ്പോൾ ഈ വന്നിരുന്ന ആളുകൾ പിന്നീട് ഇവരെ കൊലപ്പെടുത്തി സ്വർണവും വണ്ടിയൊക്കെ ആയിട്ട് പണവും ഒക്കെ ആയിട്ട് കടന്നുപോയി എന്നാണ് അന്ന് പത്രങ്ങളിൽ വന്നത്. കാരണം ഇവരുടെ ഡെഡ് ബോഡി തന്നെ മരിച്ച കുറേ ദിവസത്തിന് ശേഷം അഴുകിയ നിലയിലായിരുന്നു. അപ്പോഴാണ് പോലീസുകാർ ഇത് കാണുകയും വെറുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ നടന്ന കാര്യം ഇതൊന്നുമല്ല. ഇവർ പോലീസുകാർ പിടികൂടിയ പ്രതികൾ ജോലിക്കാരായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നടന്ന സംഭവമൊന്നുമല്ല. സിനിമയല്ല മേഖലയിലെ തന്നെ അതിപ്രശസ്തനായ ഒരു വ്യക്തിയുടെ മകനുമായിട്ട് റാണി പത്മിനി പ്രണയത്തിലായിരുന്നു. ഈ പെൺകുട്ടി 3-4 മാസം ഗർഭിണിയുമായിരുന്നു. സ്വാഭാവികമായിട്ടും തന്നെ വിവാഹം കഴിക്കണമെന്ന് ഈ പ്രമുഖൻ്റെ മകനോട് ഇവരാവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ റാണി പത്മിനിയെ പോലെ വേശ്യയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ സിനിമയിലെ പ്രമുഖന് റാണി പത്മിനിയുടെ അമ്മയുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുക, അമ്മയും മകളെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരപ്പനും മകനും, അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സമൂഹത്തിലെ രാഷ്ട്രീയക്കാർക്കുൾപ്പെടെ പല ആളുകളുടെയും കൂടെ പോയി കിടക്കുന്നതാണെന്ന് പരസ്യമായിട്ടറിയാം. അപ്പോൾ അയാൾക്ക് ഈ മകൻ ഇവളെ കെട്ടേണ്ടി വരുന്ന അവസ്ഥ ഓർമ്മിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇനി തന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ താൻ ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന് റാണി പത്മിനി മകനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ അയാൾ കൊട്ടേഷൻ കൊടുത്ത് വേറെ ആളുകളെ കൊണ്ട് ഈ അമ്മയും മകളെയും കൊന്നുകളഞ്ഞതാണ് എന്നും, പക്ഷെ പഴി ഈ പണിക്കാരുടെ വീട്ടിലെ സഹായികളായിട്ടിരുന്ന ആളുകളുടെ നേർക്ക് നീണ്ടതാണ് എന്നും പത്രത്തിൽ വാർത്ത വന്നിരുന്നു. പക്ഷെ പിന്നീട് ഈ വാർത്തകൾ പോലും പത്രത്തിൽ വരാത്ത തരത്തിൽ ഈ വാർത്തകളെല്ലാം അയാൾ പൈസ കൊടുത്ത് തന്നെ മുക്കിക്കളഞ്ഞു. ഇത് ഇങ്ങനെയുള്ള ഒരു ശരിക്കും ഗുണ്ടകളെ വെച്ച് കൊന്നു കളഞ്ഞതാണ് എന്ന് പറയാനും മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം 12-13 കുത്തേറ്റിട്ടാണ് റാണി പത്മിനി മരിക്കുന്നത്. അവരുടെ അമ്മയും അതുപോലെ തന്നെയാണ്. ഇവരുടെ മൃതശരീരത്തിലെ കാരണം ക്രൂരമായ രീതിയിൽ പെണ്ണിനെ റേപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഗർഭവത്സി പോണം എന്ന തരത്തിൽ തന്നെ വളരെ മ്ലേച്ഛമായ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള അതിക്രൂരമായ റേപ്പിനും ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട്.
അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ വീട്ടിൽ നിന്ന് സ്വർണവും പണവും വാഹനമൊക്കെ പോയെന്ന് പറഞ്ഞാലും ഇവരുടെ സഹായികളായിട്ടുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്കതൊക്കെ പണ്ടേ അടിച്ചുകൊണ്ട് പോകാമായിരുന്നു, ഇവരെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായില്ല. കാരണം ഡ്രൈവർമാരുടെയൊക്കെ കയ്യിൽ വണ്ടി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി വീട്ടിൽ തിരിച്ചെത്തിയാൽ ഇവർ അതിനൊന്നും വലിയ വില കൊടുക്കാറില്ല. അവർക്ക് പല വാഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളൊന്നുമല്ല. അതുപോലെ പണം പോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്വർണം പോയി എന്ന് പറഞ്ഞാലും സാധാരണ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സ്വർണവും പണവും ഒന്നും മിസ്സായിട്ടില്ല. അപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിരുന്ന വീട്ടിലെ സഹായികളാണെങ്കിൽ അവർക്ക് ഇതിലും മികച്ച അവസരങ്ങൾ കിട്ടും. പക്ഷേ വാടക കൊലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് ഒരു അവസരം നോക്കിയിരുന്ന് ഇവരെ തീർത്ത് കളഞ്ഞതാണ് എന്ന് തന്നെയാണ് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല ന്യൂസ് പേപ്പറിലൊക്കെ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം റാണി പത്മിനിയുടെ മരണം എന്ന് പറഞ്ഞത് വീട്ടിലുള്ള സഹായികൾ കൊന്നു കളഞ്ഞതല്ല, ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് സിനിമാ മേഖലയിലെ അതിപ്രശസ്തനായ ഒരു വ്യക്തി തൻ്റെ മകനെ രക്ഷിക്കാൻ നടത്തിയ ഒരു കൊലപാതകം തന്നെ.